അവിടുന്ന് അത്ര ജീവൻ ഉണ്ടായി എന്നുള്ള തെളിവും കൂടിയാണ് ഈ മദ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉരുണ്ടിരിക്കുന്ന ഈ ഗോളത്തിന്റെ മദ്യം കണ്ടെത്തുവാൻ കഴിയുമോ? കഴിയത്തില്ല. എന്നാൽ 4000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭൂമി ഇങ്ങനെ ഖണ്ഡങ്ങളായിട്ട് വേർതിരിയപ്പെട്ടത്. അങ്ങനെ 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും സത്യം വെച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സത്യത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയമെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാകും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറയുന്നത്, സൗമ്യനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു പുരുഷനെ ദൈവത്തിന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ അതേ രൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. വ്യത്യസ്ത ആ ദൈവത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ദൈവത്തിൽ എന്നുള്ള രൂപത്തിൽ നമ്മൾ പല ഭാവങ്ങളും രൂപങ്ങളും കൊണ്ട് അവനെ ആരാധിക്കാൻ വന്നത്. എന്നാൽ ദൈവത്തിന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം ഒരേ ഒരു പുരുഷനെ, പ്രിയപ്പെട്ടവരെ, നമ്മളെ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഒരൊറ്റ മനുഷ്യനെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. അവനെ ദൈവം അനുഗ്രഹിച്ചു. സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഭൂമി നിറയുവിന് ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സമുദ്രത്തിലെ ജീവജന്തുക്കളുടെ മേലും നിലത്തെഴിയുന്ന എല്ലാ ഉരകജാതികളുടെ മേലും വാഴുവിന് അവനോട് കൽപ്പിച്ചു. മനുഷ്യന്റെ കാൽക്കീഴിലാണ് എന്താണ് ഉരകജാതികളും വാണിരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ അവനെ ആരാധിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പാപം നമ്മളെ അതിന്റെ താഴേക്ക് താഴ്ത്തിക്കളഞ്ഞു. ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നമ്മൾ സൂര്യനെ നമസ്കരിക്കുമ്പോൾ അറിഞ്ഞുകൊള്ളുവിന് അത് നമുക്ക് വെളിച്ചത്തിനായിട്ട് ദൈവം സൃഷ്ടിച്ച ഒരു ഗോളം മാത്രമാണ്. അതിനെ സൃഷ്ടിച്ചവൻ എത്രയും നമ്മൾ നമസ്കരിക്കേണ്ടത്. ആ സൂര്യനെ സൃഷ്ടിച്ചവനെ കണ്ടെത്തുന്നവൻ എത്രയും ബുദ്ധിമാനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നോക്ക പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനിൽ നിന്ന് തന്നെ ദൈവം ഭാര്യയെ കൊടുത്തു. സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഭൂമി നിറയുവാൻ കൽപ്പിച്ചു. എന്നാൽ ആ മനുഷ്യൻ പാപം ചെയ്തു. ആ വിഷയങ്ങൾ പറഞ്ഞു പോയാൽ പ്രസംഗം നീളുന്നവഴി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ആ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് സാത്താന്റെ ഇഷ്ടം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആ ഇരുട്ടിന്റെ അധികാരിയായിരുന്ന സാത്താന്റെ ഇഷ്ടം ചെയ്തു വഴി അവൻ എന്താണ് ആ സാത്താന് കീഴടങ്ങിപ്പോയി. ഈ ഭൂമി മുഴുവനും സാത്താന്റെ അധികാരത്തിലേക്ക് വന്നു. മനുഷ്യന്റെ വിശുദ്ധി സംബന്ധിച്ച് അവൻ മരിച്ച് ദൈവത്തിന്റെ മകനെന്നും വിശുദ്ധനെന്നുള്ള പദവിയിൽ ആത്മാവിൽ അവൻ മരിച്ച് അവൻ സാത്താന്റെ സന്തതിയും പാപിയും ദൈവത്തിന്റെ ശത്രുവുമായിട്ട് തീർന്ന് അവനെ ദൈവം തന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു. ആ ഏകപുരുഷൻ ദൈവത്തിന്റെ ശത്രുവായി സാത്താന്റെ സന്തതിയായി ഇരുട്ടിന്റെ അധികാരത്തിലേക്ക് വന്നു, പാപിയായിട്ട് തീർന്നു. ആ പാപിയായിട്ട് തീർന്ന സാത്താന്റെ സന്തതിയായിരിക്കുന്ന ആദം എന്ന് പറയുന്ന ഓരോ ഒരു പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് ഈ ഭൂമിയിലെ സകല ജാതികളും ഉണ്ടായി വന്നത്. അതിനകത്ത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയെന്നോ ശൂദ്രനെന്നോ വൈശ്യനെന്നോ ഇല്ല, മുസ്ലിം എന്നല്ല, ഇന്ത്യക്കാരെന്നോ പാകിസ്ഥാനികളൊന്നോ ഇല്ല. ഇന്നേ വരെ ഭൂമിയിൽ ജനിച്ച മരിച്ച അടക്കപ്പെട്ടവരും ഇന്നുള്ളവരും നാളെ ജനിക്കാനിരിക്കുന്നവരുമായിരിക്കുന്ന എല്ലാ ആൾക്കാരും ഈ ഏക പുരുഷന്റെ രക്തത്തിൽ ജനിച്ചത് കൊണ്ട് പ്രിയപ്പെട്ട ഒരു മതത്തിലും ദൈവമില്ല. ഒരു മനുഷ്യനും ദൈവത്തെ കണ്ടെത്തുന്നതുമില്ല. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ആ ദൈവമല്ലാത്തതിനെ ആരാധിച്ചുകൊണ്ട് ക്രിസ്തീയ മതവിശ്വാസികളും പുരോഹിതന്മാരും ഉൾപ്പെടെ ദൈവമാരെന്ന് തിരിച്ചറിയാതെ മറ്റുള്ളവരെ ആരാധിച്ചുകൊണ്ട് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെയും ദൈവത്തിന്റെ ആ സൃഷ്ടിക്കപ്പെട്ട മറ്റു വിധമായിരിക്കുന്ന ഈ ഭൂമണ്ഡലങ്ങളിലെ നമ്മുടെ കണ്ടുകൊണ്ട് കാണുന്ന പലതിനെയും ആരാധിച്ചുകൊണ്ട് ദൈവമില്ലാത്തവരായിട്ട് പാപിയായിട്ട് ജനിച്ച് പാപത്തിൽ മുഴുകി വന്ന് എല്ലാവരും പാപിയായിട്ട് മരിച്ച് അവസാനം ന്യായവിധിയിൽ നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോവുകയാണ്.